വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും റഹ്മാനായ റബ്ബിനെ തഖ്വയോടുകൂടി ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും അവിടുത്തെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന മുഴുവൻ ഇബാദത്തും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ, മുസ്ലിം സമൂഹത്തിൽ ഏത് വിഷയത്തിൽ തർക്കമുണ്ടായാലും പരിഹരിക്കാനുള്ള മാർഗം വിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മറുവിഭാഗം അത് അനുവദനീയമാണെന്ന് പറയുന്നു. രണ്ടു കൂട്ടരും മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണെന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് രണ്ടഭിപ്രായങ്ങൾ വന്നത്? ഈ വിഷയത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്ക വ്യത്യാസങ്ങളുണ്ട്, ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനത്തെ ഏത് ചെറിയ വിഷയമാണെങ്കിലും നമ്മളത് ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, അത് മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അഭിപ്രായ ഭിന്നതകൾ സംഭവിച്ചാൽ വ്യക്തമായ പരിഹാര മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ഒരു ആയത്തുണ്ട്, എന്താണെന്നറിയോ? വിശ്വാസികളെ വിളിച്ചുകൊണ്ടല്ല പറയാണ്, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്തു പറഞ്ഞോ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. വ ഉലിൽ അംരി മിൻകും. നിങ്ങളുടെ നേതാക്കന്മാരെ, മതകാര്യങ്ങളിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ആളുകളെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് കൃത്യമായി പറയുന്നുണ്ട്, അന്ധമായി അവരെ അനുകരിക്കാൻ വേണ്ടിയിട്ടല്ല, അന്ധമായി അവരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടില്ല. എന്റെ നേതാവ് എന്താണോ പറഞ്ഞത്, അവർക്ക് തെറ്റുപറ്റിയാൽ അതെനിക്കും തെറ്റാണ് എന്ന രൂപത്തിലുള്ള അതല്ലെങ്കിൽ അനുസരണമല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം വന്നാൽ അത് അള്ളാഹ്ക്കും റസൂൽക്കും വിട്ടുകൊടുക്കുക. ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ അത് വഴിതിരിച്ചു കളയുക. അവിടെ എന്താണോ പറഞ്ഞത്, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്. അപ്പൊ എന്താണ് അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? എന്താണ് പ്രവാചകന്റെ ചര്യ പഠിപ്പിച്ചിട്ടുള്ളത്? അത് നമ്മൾ കൃത്യമായി പാലിക്കണം. പ്രവാചകൻ പറഞ്ഞില്ലേ, ഫഇന്നഹു മൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എന്റെ ജീവിതത്തിന് ശേഷം, എന്റെ കാലത്തിന് ശേഷം നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എന്റെയും ഖുലഫാഇർ റാഷിദീങ്ങളുടെയും പാത നിങ്ങൾ പിൻപറ്റണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, എന്താണെന്നറിയോ? അദ്ദു അലൈഹാ ബിന്നവാജിദ്. നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് ആ മാർഗത്തെ നിങ്ങൾ കടിച്ചു പിടിക്കണം. അതിൽ നിന്ന് നിങ്ങൾ തെന്നി മാറാൻ പാടില്ല. സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോ എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? നോക്കൂ, സ്ത്രീ ജമാഅത്തിന് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഗണ്യതമായ പരാമർശങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും
മുൻ സമുദായങ്ങളിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനായി സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് വേണോ? മറിയം ബീവി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅറാക്കിഈൻ. നീ അള്ളാഹുവിനെ പേടിക്കണം മറിയം, ഭയഭക്തിയുള്ളവരായിരിക്കണം. വസ്ജുദി, നിന്റെ റബ്ബിന് നീ സുജൂദ് ചെയ്യണം. എന്നിട്ട് പറയുന്നുണ്ട് വർകഇ മഅറാക്കിഈൻ, റുകൂ ചെയ്യുന്ന അതല്ലെങ്കിൽ നമസ്കരിക്കുന്നവരുടെ കൂടെ നീ നമസ്കരിക്കണം മറിയം. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. മാത്രമല്ല കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ. സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മിഹ്റാബിന്റെ അടുത്ത് മറിയം ബീവി പള്ളിയിൽ താമസിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മിഹ്റാബ് പള്ളിന്റെ പുറത്തല്ല, ഈ ഒരു ഭാഗത്തിനാ മിഹ്റാബ് എന്ന് പറയുന്നത്. അവിടെ മറിയം ബീവി ഇരുന്നു എന്നാ പറഞ്ഞു. വജദ ഇൻദഹാ റിസ്ഖ. ഭക്ഷണം കണ്ടപ്പോ സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചു, ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ, ഇത് എവിടുന്നാ കിട്ടിയത്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, അതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ഈ ഒരൊറ്റ ആയത്ത് മതി സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാം എന്നതിന് തെളിവായിക്കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹദീസുകൾ പരിശോധിക്കുമ്പോ ആദ്യം ഇതിന്റെ തെളിവുകളാ പറയുന്നത് കേട്ടോ. ഹദീസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഇദസ്തഅ്ദനകും നിസാഉകും ഇലൽ മസാജിദി ഫഅ്ദനൂ ലഹുന്ന. നിങ്ങളുടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ നിങ്ങളോട് പെർമിഷൻ ചോദിച്ചാൽ, അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ ഒരിക്കലും തടയാൻ പാടില്ല. ഫഅ്ദനൂ ലഹുന്ന, അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ ഗൗരവം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇദസ്തഅ്ദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅ്ദനൂ ലഹുന്ന. അവര് രാത്രി പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ അവരെ തടയരുത്. അവരെ പള്ളിയിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കേണ്ടതുണ്ട്. രാത്രിയാണ് അവര് പള്ളിയിലേക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ പോലും അവരെ തടയാൻ നിങ്ങൾക്ക് അനുവാദമില്ല. സഹീഹായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ലാ തംനഉ നിസാഅകുമുൽ മസാജിദ ഇദസ്തഅ്ദനകും ഇലൈഹാ. നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിൽ പോവാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത്. ഇതെന്താണെന്നറിയോ ഗൗരവത്തോടു കൂടി പറയാനുള്ള കാരണം? ഇന്ന് നമ്മുടെ മുജാഹിദ് പള്ളികളിൽ അതല്ലെങ്കിൽ സ്ത്രീകൾ ജുമഅക്കും നമസ്കാരത്തിനും ഒക്കെ പോകുന്ന പള്ളികളിലെ സ്ത്രീകളെ 100% ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 100% നമ്മുടെ കേരളത്തിലെ സ്ത്രീകളിൽ എത്ര സ്ത്രീകൾ ഇന്ന് പള്ളിയിലേക്ക് പങ്കെടുത്തിട്ടുണ്ടാവും? ജുമഅ കേൾക്കാൻ, ഖുതുബ കേൾക്കാൻ, ആ ദിക്ർ കേൾക്കാൻ, നമസ്കാരം നിർവഹിക്കാൻ വിരളമാണ്. ബാക്കി മുഴുവൻ ശതമാനം സ്ത്രീകളും ഇന്ന് വീട്ടിലാണ്, പള്ളിയിലേക്ക് പോകുന്നില്ല, ഖുതുബ കേൾക്കുന്നില്ല, ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല, നമസ്കരിക്കുന്നില്ല. ആ പ്രതിഫലമൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതായത് ഉമറിന്റെ മകൻ ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അദ്ദേഹത്തിന്റെ മകൻ ബിലാലും തമ്മിലുള്ള സംസാരമുണ്ട്. എന്താണെന്നറിയോ? ഇബ്നു ഉമർ മകനോട് ബിലാലിനോട് പറയാണ്, ലാ തംനഉ നിസാഅ ഹുദൂദുന്ന മിനൽ മസാജിദി ഇദസ്തഅ്ദനൂകും. സ്ത്രീകള് പള്ളിയിലേക്ക് പോകാൻ ചോദിച്ച് നിങ്ങൾ തടയരുത് ട്ടോ. മകൻ ബിലാല് പറഞ്ഞു, ലനംനഉന്ന, ഞങ്ങൾ തടയും. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബിലാലിനോട് മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലു അൻത ലനംനഉന്ന. റസൂല് പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ നീ ഞങ്ങൾ തടയുമെന്ന് പറയുന്നു. ഒരിക്കലും പാടില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തംനഉ, നിങ്ങൾ തടയരുത്.
അപ്പൊ എന്തിനാ ബിലാലിനെ തടയുമെന്ന് പറയുന്നത്? പ്രവാചകന്റെ വാക്കിനെ ധിക്കരിക്കലല്ലേ എന്ന് സ്വന്തം മകനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നത് ഹദീസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രവാചകന്റെ സ്വഹാബ വനിതകൾ പള്ളിയിൽ നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി ഫഉരീദു ഇതാലതിഹാ. നമസ്കാരം ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കാരത്തിൽ അങ്ങേക്ക് പ്രവേശിക്കും. അപ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കാനിടയായി. ആ കുട്ടി കരയുമ്പോൾ മാതാവിനുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിയതിനാൽ നമസ്കാരം അങ്ങ് ഞാൻ ചുരുക്കാറുണ്ട്. അതെന്തിന്റെ അടിസ്ഥാനത്തിൽ? അത് വെറുതെ ഹദീസിലൂടെ അള്ളാന്റെ പ്രവാചകൻ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ നോക്കൂ, പ്രവാചകൻ ദീർഘിച്ച് നമസ്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കും. ഓതുന്ന സമയത്ത് കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. ആരെ കുട്ടികളെ കൊണ്ടുവരുന്നത്? സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് ഇനി ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഞാൻ നമസ്കാരം ചുരുക്കുമായിരുന്നു എന്ന് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ തന്റെ സ്ഥാനത്തു തന്നെ അല്പസമയം ഇരിക്കാറുണ്ട്. എന്തിനാണെന്നറിയോ? സ്ത്രീകൾ എഴുന്നേറ്റ് പോകുവാൻ വേണ്ടിയായിരുന്നു എന്ന് ഞങ്ങളത് മനസ്സിലാക്കുന്നു. വീണ്ടും പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ സ്ത്രീകൾ പിരിഞ്ഞുപോയി എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ പ്രവാചകൻ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ ഈ ഹദീസൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിരുന്നു. നമ്മുടെ ഇന്ന് പൗരോഹിത്യം ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇബാദത്തിന്റെ കാര്യത്തിൽ എന്തിനാ വേർതിരിവ് കാണിക്കുന്നത്? അവർക്കും പ്രതിഫലം വാങ്ങണ്ടേ? അവർക്കും ജമാഅത്തുകളിൽ പങ്കെടുക്കണ്ടേ? നമസ്കരിക്കണ്ടേ? പള്ളിയിൽ വന്ന പ്രതിഫലം അവർക്കും വാങ്ങണ്ടേ? എന്തിനാണത് മറച്ചു വെക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ. റസൂലിന്റെ പേരിൽ ഒരാൾ മനഃപൂർവ്വം കളവ് ചമഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. നരകത്തിൽ അവൻ ഒരു സീറ്റ് തയ്യാറാക്കി വെക്കട്ടെ. നഊദു ബില്ലാഹ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അത് സമുദായത്തെ പഠിപ്പിക്കാൻ ഇന്ന് പലർക്കും പേടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യാം, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവരുടെ പട്ടുപുതപ്പ് മൂടിപ്പുതച്ചുകൊണ്ട് സുബ്ഹി നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോകും. ഇരുട്ട് കാരണം അവർ ആരും തിരിച്ചറിയുകയുണ്ടായിരുന്നില്ല. സുബഹിക്കും ഇശാഇനും ഒക്കെ പള്ളിയിൽ സഹാബ വനിതകൾ വന്നിരുന്നു എന്ന് ആരെ പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, പ്രവാചക പത്നിയെ പറയുന്നത്. അതുപോലെ തന്നെ ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഒരിക്കൽ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണെന്നറിയോ? ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ. എന്ത് തർക്ക വിഷയം വന്നാലും നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതിനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിനാ നമുക്ക് അല്ലാഹു സത്യം മനസ്സിലാക്കി തരുന്നത്. പ്രവാചകൻ പള്ളിയിലേക്ക് കയറിയപ്പോ ഫൈദാ ഹബ്ലും മംദൂദുൻ ബൈന സാരിയതൈൻ, രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറിങ്ങനെ കെട്ടിയതായി കണ്ടു. മാദാ മാ ഹാദൽ ഹബ്ൽ, എന്താണ് ഈ കയറ്? അവര് പറഞ്ഞു, ആദാ ഹബ്ലു ലിസൈനബ് ഫഇദാ ഫതറത് തഅല്ലഖത്, ഇത് സൈനബ റളിയല്ലാഹു അൻഹയുടെ കയറാണ്. അവർക്ക് രാത്രി നമസ്കാരത്തിൽ ക്ഷീണം ബാധിക്കുമ്പോ ഈ കയറിൽ പിടിക്കും. ഒരുപാട് നമസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ ക്ഷീണം വന്നാൽ ആ കയറിൽ ഒന്ന് പിടിച്ച് ചാരിയിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാ. അതിനർത്ഥം എന്താ? സ്ത്രീകൾ പള്ളിക്ക് വന്നിരുന്നു.
അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നുണ്ട്, അങ്ങനെ വേണ്ടതില്ല, അത് അഴിച്ചു കളയണം. നിങ്ങളിൽ ഓരോരുത്തരും അവരുടെ ഉന്മേഷമുള്ള അവസരത്തിൽ നമസ്കരിക്കട്ടെ, ക്ഷീണം ബാധിച്ചാൽ വിശ്രമിക്കട്ടെ, ഇരിക്കട്ടെ എന്ന പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റമദാനിലെ നമസ്കാരത്തെ കുറിച്ച്, അതല്ലെങ്കിൽ ഇഅ്തികാഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകഫു അൽ-അശ്റുൽ അവാഖിറ മിൻ റമദാൻ. പ്രവാചകൻ റമദാനിന്റെ അവസാനത്തെ 10 ദിവസത്തിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാ അല്ലാഹു, അവിടുത്തെ മരണം വരെ. ثم يعتكف أزواجه من بعده, അതിനുശേഷം അവിടുത്തെ പത്നിമാരും ഇഅ്തികാഫിരുന്നു. അത് പള്ളിയിൽ ഇരിക്കേണ്ട ഒരു ഇബാദത്താണ് ഇഅ്തികാഫ്, അല്ലേ? അത് വീട്ടിലിരുന്നു എന്ന ഈ ഹദീസിന്റെ സാരം അല്ല. പള്ളിയിൽ അവര് ഇരുന്നിരുന്നു. മാത്രമല്ല, ഒരു ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. അതായത് പുരുഷന്മാരുടെ സഫിൽ ഉത്തമമായത് ആദ്യത്തെ സഫും മോശമായിട്ടുള്ളത് അവസാനത്തേതുമാണ്. നമ്മൾ സഫിന്റെ കാര്യത്തിൽ മുന്നേ പറഞ്ഞ വിഷയമാണ്. എന്നാൽ സ്ത്രീകളുടെ സഫിൽ ഉത്തമം അവസാനത്തേതും മോശം ആദ്യത്തേതുമാണ്. അത് വീട്ടിൽ സഫ് നിൽക്കുന്നതിനെ കുറിച്ചാണോ പറഞ്ഞത്? അല്ല. എവിടെ സഫ് നിൽക്കുന്നതിനെ കുറിച്ചാ? പള്ളിയിൽ സഫ് നിൽക്കുന്നതിനെ കുറിച്ചാ പറഞ്ഞത്. ചില ആളുകളെ കുറിച്ച് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും എന്താണോ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് അതിനെ മറച്ചു വെക്കുന്ന ചില ആളുകൾ സംജാതമാകും, കടന്നുവരും. അവർ അള്ളാഹു ശപിച്ചിട്ടുണ്ട്, ശപിക്കുന്നവരെല്ലാം ശപിച്ചിട്ടുണ്ട്. കടലിലെ മത്സ്യങ്ങളും ഈ ഭൂമിയിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും പ്രാണികൾ വരെ, എന്നാ പറഞ്ഞത്, കടലിലെ മത്സ്യങ്ങൾ വരെ, എന്തൊക്കെയാണോ സൃഷ്ടികളായിട്ടുള്ളത്, ശപിക്കുന്നതായിട്ടുള്ളത്, അവരൊക്കെ ശപിച്ചു. ഏത വിഭാഗം ആളുകൾ എന്നറിയോ? കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പ്രവാചകൻ ഇന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ആ സത്യം ജനങ്ങൾക്കിടയിൽ മറച്ചു വെക്കുന്ന പുരോഹിതന്മാരുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളിലൂടെ എത്രയോ ചരിത്ര സംഭവങ്ങൾ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നു. പിന്നെ എന്തിനാ ഈ ഒരു ഇബാദത്തിൽ നിന്ന് ആളുകൾ പുറകോട്ട് സ്ത്രീകളെ കൊണ്ടുപോകുന്നത്? നമ്മുടെ സമുദായത്തെ അതിന്റെ യാഥാർത്ഥ്യം പഠിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഇതല്ല, എന്ത് തർക്ക വിഷയങ്ങൾ വന്നാലും فإن تنازعتم في شيء فردوه إلى الله والرسول. ഖുർആൻ എടുക്കുക, തഫ്സീർ എടുക്കുക, മുഫസ്സിരീങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നോക്കുക, ഹദീസ് എടുക്കുക, മുഹദ്ദിസീങ്ങൾ എന്ത് വിശദീകരണം നൽകി എന്ന് നോക്കുക, സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ. തറക്തു ഫീകും അംറൈൻ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങളിൽ ഒരാളും വഴിപിഴച്ചു പോവുകയില്ല. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, 1 അല്ലാഹുവിന്റെ കലാമായ ഖുർആനും, 2 ഹദീസും. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിലെന്ത് പറഞ്ഞോ അത് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. എങ്കിൽ ഒരാളും വഴിപിഴച്ചു പോകുകയില്ല. സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സ്ത്രീ പള്ളി പ്രവേശനത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ഇനി നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം, ഏറ്റവും പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന 3 മസ്ജിദുകളുണ്ട്. മക്കത്തുള്ള മസ്ജിദുൽ ഹറാം, മദീനത്തുള്ള മസ്ജിദുൽ നബവി, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സ.
ഈ പള്ളികളിലേക്ക് നിങ്ങൾ പുണ്യമുദ്ദേശിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ, സിയാറത്ത് ചെയ്യാൻ അനുവദിച്ച 3 പള്ളികളാണത്. ആ പള്ളികളിൽ അന്നും ഇന്നും സ്ത്രീകളുണ്ട്. അതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് സഹോദരങ്ങൾ വേണോ? ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹുവും റസൂലും വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ പള്ളികളിൽ സ്ത്രീകൾ വരുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നില്ല? ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുന്ന ആളുകൾ ആ പള്ളിയിൽ വെച്ച് സ്ത്രീകൾ നമസ്കരിക്കുന്നില്ലേ? ഇവിടെ എത്തുമ്പോ എന്താ നിയമം മാറുന്നത്, ആദർശം മാറുന്നത്? ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്നറിയോ? ഉംറക്ക് പോകാൻ അവസരമുണ്ടായിട്ടുണ്ട് റമദാനിൽ. നമ്മുടെ കൂടെ പോകുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽപ്പെട്ട ചില ആളുകള് അവരുടെ കൂടെ വന്ന സ്ത്രീകളെ പറഞ്ഞു പറ്റിക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. എന്താണെന്നറിയോ? അവിടെ ജമാഅത്തിന് ബാങ്ക് വിളിച്ചാൽ അതുവരെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ നമ്മളൊക്കെ പള്ളിയിലേക്ക്, ഹറമിലേക്ക് പോകുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വരിക റൂമിലേക്ക്, അവിടെ നിന്ന് നമസ്കരിക്കാൻ. എത്രയോ ആഗ്രഹിച്ചിട്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ് അല്ലാഹു നമ്മെ അവിടെ എത്തിപ്പിച്ചത്. ചിലർക്ക് പണമുണ്ട്, ആരോഗ്യമുണ്ട്, അവിടെ എത്താൻ സാധിക്കുന്നില്ല. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. സമ്പത്തുണ്ട് ചില ആളുകൾക്ക്, ആരോഗ്യമില്ല. അതെല്ലാം അല്ലാഹു അനുഗ്രഹിച്ച് അവിടെ എത്തിയിട്ട് അത്രയും പണം ചെലവാക്കിയിട്ട് നമസ്കാരമോ റൂമിൽ നിന്ന് എവിടുന്നാണ്, എന്താണ് ഈ സമുദായം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അത് സ്വീകരിക്കാനും വിശ്വസിക്കാനും ഇന്ന് ആളുകളുണ്ട്. അവര് പറയുന്നത് ഫിത്തനയുണ്ടാകും. സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയ, പള്ളിയിലേക്ക് ഇറങ്ങിയ ഫിത്തനയുണ്ടാകും. എന്നാലും അജ്മീറിലേക്കും നാഗൂരിലേക്കും ഭീമാ പള്ളിയിലേക്കും ഒക്കെ സിയാറത്തിന് പോകുമ്പോ അവിടെയൊന്നും ഫിത്തനയുണ്ടാകൂല. വീടിന്റെ ഉള്ളാണ് ഉത്തമമെന്ന പോലെ പറയുന്ന വാചകങ്ങളൊന്നും നമ്മൾ അവിടെ കാണുന്നു പോലുമില്ല. മജ്ലിസിൻ നൂർ, അതല്ലെങ്കിൽ സ്വലാത്തിന്റെ മജ്ലിസിലേക്കൊക്കെ സ്ത്രീകളൊക്കെ ഒഴുകുന്നത് രാത്രിയിലും പകലൊന്നും കണക്കില്ലാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അന്യ പുരുഷന്മാരെ കാണുന്നില്ലേ? സിയാറത്ത് പോകുന്നില്ലേ? ഖബർ പൂജക്ക് പോകുന്നില്ലേ? ജാറങ്ങളിലേക്ക് പോകുന്നില്ലേ? നേർച്ച വഴിപാടുകളിൽ അവർ പങ്കെടുക്കുന്നില്ലേ? അതൊക്കെ ഒരു ഇബാദത്താണോ? അതിനേക്കാൾ പ്രതിഫലം അല്ലാഹുവും റസൂലും വാഗ്ദാനം ചെയ്യുന്ന ജമാഅത്തും അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും ഉണ്ട്. അതിന് മാത്രം പള്ളിയിലേക്ക് വരാൻ അവർക്ക് തടസ്സം. ആ ഒരു ഇബാദത്തിന്റെ കാര്യത്തിൽ മാത്രം വേർതിരിവ് കാണിക്കുന്നു. എങ്കിലും ഇപ്പോഴുള്ള ചില പള്ളികളിലൊക്കെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എന്ന് എഴുതി വെച്ചത് കാണാം. ആദ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ നടത്തിയ പ്രബോധനത്തിന്റെ പരിവർത്തനത്തിന്റെ ഫലം മാത്രമാണ്. അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്, പോരാടിയിട്ടുണ്ട്, പ്രബോധനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാളുടെ എതിർപ്പും വകവെക്കാതെ മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ ഈമാനുള്ള ആളുകൾ. അതുപോലെ ആരുടെ അക്രമങ്ങളും പ്രയാസങ്ങളും ഒന്നും ഭയപ്പെടാതെ മുന്നോട്ട് പോയ പ്രസ്ഥാനം, അതിന്റെ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ അനന്തരഫലമാണ് ഇന്ന് പള്ളിയുടെ ചെരുവിലൊക്കെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് എന്നുള്ള ബോർഡ് നമ്മൾ കാണുന്നത്. താമസിയാതെ പള്ളിയിലേക്ക് മാറും ഇൻഷാ അല്ലാഹ്. അത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അത്രയും പ്രതിഫലമുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് റമദാനിലൊക്കെ സ്ത്രീകൾക്ക് തറവീഹ് നമസ്കാരം, ഇഅ്തികാഫ്, എത്രയോ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാത്രികൾ, രാവുകൾ, അതൊക്കെ നഷ്ടമാകുന്നില്ലേ? നഷ്ടപ്പെടുത്തുകയല്ലേ ചില ആളുകൾ? അതിനൊക്കെ റബ്ബിന്റെ മുന്നിൽ അവർ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക, നമ്മൾ സത്യം മനസ്സിലാക്കുക. പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ലാ തകൂനു ഇമ്മ, നിങ്ങൾ ഒപ്പം കൂടികളാകരുത്. ജനങ്ങൾ നന്മ ചെയ്ത
ഞാനും നന്മ ചെയ്യാണ്, ജനങ്ങൾ തിന്മ ചെയ്ത ഞാനും തിന്മ ചെയ്യാം. സ്വന്തമായിട്ടൊരു നിലപാടില്ല, സ്വന്തമായിട്ട് ഒരു ആദർശം പറയാനില്ല. അവര് എന്റെ ജ്യേഷ്ഠന് അല്ലെങ്കിൽ എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ അയൽവാസി ഏതിലാണോ, ഏത് പാർട്ടിയിലാണോ, ഏത് സംഘടനയിലാണോ, ഞാൻ അതിലുണ്ട്. അവൻ എന്താണോ ചെയ്യുന്നത് ഞാനത് ചെയ്യും. അവൻ നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. പ്രത്യേകം റസൂല് പറഞ്ഞിട്ടില്ലാത്ത ഒപ്പം കൂടി എന്ന് പറഞ്ഞത്. ഇമ്മഅത്ത് എന്ന് പറഞ്ഞ ഒപ്പം കൂടി ആകരുത്. ഇന്ന് നമുക്ക് ഇസ്ലാമികപരമായിട്ടുള്ള അറിവ് ലഭിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ, ഹദീസുണ്ട്. നമ്മൾ മൊബൈൽ ഫോണിൽ മലയാള സഹിതം എല്ലാം ലഭ്യമാണ്. അത് പഠിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തും അതിന്റെ അർത്ഥവും അതിന്റെ തഫ്സീറും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടും. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അതല്ലാത്ത മറ്റുള്ള മാർഗങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമുള്ള, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന അവന്റെ യഥാർത്ഥ ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ, രഹസ്യവും പരസ്യവുമായി വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിടം കണ്ണെത്താ ദൂരത്തേക്ക് അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد.